ബാങ്കോക്കിൽ നടന്ന 12ാമത് ഏഷ്യൻ ഏജ് ഗ്രൂപ്പ് അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് ഇന്ത്യൻ യുവനിരയുടെ ചരിത്ര മുന്നേറ്റം. ഒന്നിലധികം ദേശീയ റെക്കോർഡുകൾ തകർത്ത ഇന്ത്യൻ നീന്തൽ താരങ്ങൾ മെഡൽ കൊയ്ത്തുമായാണ് തങ്ങളുടെ അപ്രമാദിത്യം തെളിയിച്ചത്. ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കം മുതൽ ഏഷ്യയിലെ വൻ ശക്തികളോട് പൊരുതിയാണ് ഇന്ത്യയുടെ ഭാവി വാഗ്ദാനങ്ങൾ മെഡൽ വേട്ട നടത്തിയത്. ഇന്ത്യൻ നിരയിലെ ഏറ്റവും തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ചത് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ച ദിനിതി ദേസിംഗു ആണ്. 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ 2 മിനിറ്റ് 1.81 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത് ദിനിതി പുതിയ സീനിയർ ദേശീയ റെക്കോർഡോടെ സ്വർണം നീന്തിയെടുത്തു. ഇതിനു പുറമെ 100 മീറ്ററിൽ വെള്ളിയും 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ വെങ്കലവും താരം സ്വന്തമാക്കി. പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ അബ്ദുൽ ഹഫീസ് റഷീദ് ഇന്ത്യക്കായി മറ്റൊരു തങ്കത്തിളക്കം സമ്മാനിച്ചു. 2 മിനിറ്റ് 7.54 സെക്കൻഡിലായിരുന്നു ഹഫീസിന്റെ സ്വർണ്ണ നേട്ടം. ആൺകുട്ടികളുടെ 400 മീറ്റർ ഫ്രീ സ്റ്റൈലിൽ ജൂനിയർ ദേശീയ റെക്കോർഡോടെ ദർശനസ് വെള്ളിയും 200 മീറ്റർ ബട്ടർഫ്ലൈയിൽ വെങ്കലവും നേടി. പെൺകുട്ടികളുടെ 50 മീറ്റർ ബട്ടർഫ്ലൈയിൽ 27.45 സെക്കൻഡിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച് തനിഷി ഗുപ്ത വെങ്കലം സ്വന്തമാക്കി. റിലേ മത്സരങ്ങളിലും ഇന്ത്യൻ കരുത്ത് പ്രകടമായിരുന്നു. വനിതാ ടീം പുതിയ ദേശീയ റെക്കോർഡോടെയാണ് വെങ്കലം നേടിയത്. മിക്സഡ് ഫ്രീ സ്റ്റൈൽ റിലേയിലും ഇന്ത്യ വെങ്കലം നേട്ടം ആവർത്തിച്ചു. ആദ്യ ദിനം തന്നെ 5 മെഡലുകളുമായി തുടങ്ങിയ ഇന്ത്യ വരും വർഷങ്ങളിലെ ഒളിമ്പിക് സ്വപ്നങ്ങൾക്ക് ഈ യുവനിരയിലൂടെ അടിത്തറ പാകിയിരിക്കുകയാണ്. നമ്മുടെ നീന്തൽ താരങ്ങളുടെ സമർപ്പണം ഫലം കണ്ടതായും യുവതാരങ്ങളുടെ പ്രചോദനാത്മകമായ പ്രകടനം നേരിൽ കാണാൻ സാധിച്ചതിൽ അതിയായ അഭിമാനമുണ്ടെന്നും ലോക അക്വാട്ടിക് അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി അംഗവും കേരള അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റും കേരള ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി ജനറലുമായ എസ് രാജീവ് പറഞ്ഞു.